കണ്ടോടാ, അവള് കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മളിവിടെ വരുന്നുണ്ടെന്ന് അവള് മനസ്സിലാക്കിയിട്ടേ അതിന് മറുപൂജ ചെയ്യാൻ വന്നതാ. കൂടെ ഒളിച്ചോടി പോയോളും ഉണ്ട്. ഇനി കണ്ണേട്ടൻ വന്നിട്ട് കണ്ണേട്ടൻ എങ്ങനെ ഇവര് കണ്ടു കാണൂ? കണ്ടെങ്കി ഇപ്പൊ അവര് പറയുമല്ലോ. ഞങ്ങള് പോകുന്ന അമ്പലങ്ങളൊക്കെ തിരക്കി പിടിച്ച് വരുവാ അല്ലയോടെ? അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്തായാലും നീ കൂട്ടുകൂടി കൊള്ളാം. ഇവളുടെ കൂടെ നടന്നാ മതി കേട്ടോ. അപ്പൊ നിനക്കേ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുഞ്ഞിനെ പ്രസവിക്കാം. അങ്ങനെ ചിലപ്പോ പ്രസവിക്കുമായിരിക്കും നിങ്ങളുടെ മോള്. എന്റെ കുഞ്ഞിനെ പറയുന്നോടി. ഞങ്ങളെ പറയുമ്പോ ഞങ്ങൾക്ക് നോവാൻ പാടില്ല. തിരിച്ചു പറഞ്ഞ് നിങ്ങളെ നോവിക്കാനും പാടില്ല അല്ലേ? വില കുറഞ്ഞ സംസാരം ഇഷ്ടമില്ലാത്തോണ്ടാ അത്തരം കാര്യങ്ങളൊന്നും പറയാത്തത്. നീ കൂടുതൽ അങ്ങോട്ട് വർത്താനം പറയല്ലേ. നിങ്ങള് രണ്ടും ഒളിച്ചോട്ടക്കാരികളാ. ഇവള് ആ മേഘനെ കളഞ്ഞിട്ട് പോയില്ലേ? എന്നിട്ട് പോയതോ? ഏത് പെണ്ണിനെ കണ്ടാലും അവരുടെ പിന്നാലെ പോകുന്ന ഒരുത്തനുണ്ടല്ലോ. അങ്ങനെ പോകുന്നവനാ മേഘൻ. അതുകൊണ്ടാ ഞാൻ അവനെ കളഞ്ഞത്. എന്തായാലും കളഞ്ഞിട്ട് പിടിച്ച കൊമ്പ് കൊള്ള. നിങ്ങളുടെ മോൾക്ക് എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത്, എന്റെ ഏട്ടനെ. എന്നിട്ട് എന്താ ഇടയ്ക്ക് ഏട്ടനെ കളഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നത്? ഇപ്പൊ കണ്ണേട്ടനും ലക്ഷ്മി എടുത്തേയും വേർപിരിഞ്ഞു എന്ന് അറിഞ്ഞിട്ടല്ലേ അവള് ഞങ്ങളുടെ കുടുംബത്തിലോട്ട് പോയത്. അവള് സ്നേഹിക്കുന്നത് ഉണ്ണിയല്ല, സ്വത്തിനെയും പണത്തിനെയും മാത്രമാ. അവളെ അങ്ങനെയാ വളർത്തിയത്. ഈ രണ്ടാളും കൂടി. നിർത്തടി. നിന്നെ പോലുള്ളവരൊക്കെ എന്തിനാണോ എന്തോ ഈ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്? നിങ്ങളൊക്കെ എന്തിനാ വന്നത്? അതിന് തന്നെ മനസ്സ് ദൂഷിച്ചവളുമാര് ദൈവത്തിന്റെ മുന്നിൽ പോയി കൈകൂപ്പിയിട്ട് ഒരു കാര്യമില്ലടി. അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. മനസ്സിനകത്ത് വിഷം വെച്ചോണ്ട് അമ്പലത്തിൽ വന്ന് ഏത്തിട്ടെ ഒരു കാര്യവുമില്ല. ക്ഷേത്ര പരിസരമായി പോയി, അല്ലെങ്കിൽ എന്റെ കൈ നിന്റെ കരണ തരുന്നേനെ. തല്ലിയാലേ തിരിച്ചതല്ല, ഞങ്ങൾക്ക് എന്താ കൈയില്ലേ? അമ്മ ഇങ്ങോട്ട് വരാൻ നോക്കി. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോകും. നിങ്ങളുടെ തല്ലും വഴക്ക് പറച്ചിലും ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട് നിങ്ങളുടെ വീട്ടില്, ലക്ഷ്മി എടുത്തിയുടെ അമ്മ. ആ അമ്മയാ എല്ലാരും ഒന്ന് കരുതരുത്. എന്നുവെച്ചാ അല്ലടേ, ദൈവത്തിന്റെ മുന്നിൽ പോയി കൊഞ്ഞനും കുത്തിയിട്ട് രണ്ടാളും കൂടി പോവാൻ നോക്ക്. ആടാ അഹങ്കാരികള്. നമ്മള് തോറ്റു പോയടാ. ഏയ്, നമ്മള് തോറ്റിട്ടൊന്നുമില്ല. അവര് പറഞ്ഞതിന്റെ അപ്പുറം നമ്മള് പറഞ്ഞില്ലേ. എന്നാലും അത് പോരായിരുന്നു. അവളുമാരുടെ മനസ്സ് തട്ടുന്ന രീതിയിൽ പറയാൻ പറ്റിയില്ലല്ലോ. അവളുമാരുടെ കണ്ണു നിറഞ്ഞില്ലല്ലോ. അതിനൊക്കെ ഒരു അവസരം ഉണ്ടാവുമേ. അല്ല മഞ്ജു, കണ്ണേട്ടനുണ്ടെങ്കിൽ അവരതേപ്പറ്റി പറയേണ്ടതാണല്ലോ. ചിലപ്പോ ഡ്രൈവർ മാത്രമേ വന്ന് കാണുള്ളായിരിക്കും. പിന്നെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു എടുത്തി. എനിക്ക് ഏട്ടത്തോട് കുറച്ച് നീരസം ഉണ്ടായിരുന്നു എന്നൊക്കെയാ അവരുടെ വിചാരം. അങ്ങനെയാ ഞാൻ ഉണ്ണിയേട്ടന്റെ മുമ്പിൽ നിന്ന് ആക്ട് ചെയ്തത്. ഇപ്പൊ അത് സത്യമല്ലെന്ന് ഇവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഉണ്ണിയേട്ടനും കരുണേടത്തേക്ക് അത് അറിയാനുള്ള സാധ്യതയുണ്ട്. അതറിയുന്നെങ്കിൽ അറിയട്ടെ. ഞാനാ നിനക്കിപ്പോ ജോലി തന്നത്. അതുകൊണ്ട് നീ എന്നെ അനുസരിക്കണം, അത്രേ ഉള്ളൂ. മഞ്ജുവാ, കണ്ണേട്ടനകത്തുണ്ടോ നോക്കാം. ശരി. എടുത്തേ, നോക്കിയേ.